ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാകുന്നു എന്ന് വിശ്വസിക്കുവാനോ അംഗീകരിക്കുവാനോ അനേകർക്കും പ്രയാസമാകുന്നു. ബൈബിൾ ക്രമീകൃതമായി പഠിച്ചെന്നാൽ ആ പ്രയാസം ഉണ്ടാകുമോ എന്ന് തോന്നുന്നില്ല. ഇന്ന് ഈ വിഷയം നമുക്ക് ചിന്തിക്കാം. മറ്റുള്ളവരുടെ ജീവചരിത്രം എഴുതുന്നവർ സാധാരണ മഹാന്മാരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും എടുത്ത് പരാമർശിക്കാറുണ്ട്. എന്നാൽ ലോകത്തിൽ ഇന്നോളം പിറന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ 30 വർഷത്തെക്കുറിച്ച് കാര്യമായി ഒന്നും തന്നെ സുവിശേഷ എഴുത്തുകാർ എഴുതി കാണുന്നില്ല. കർത്താവിൻ്റെ അത്ഭുതമായ ജനനത്തെക്കുറിച്ചും 12-ാം വയസ്സിൽ യെരുശലേമിൽ അവൻ ദേവാലയത്തിൽ മാതാപിതാക്കളുടെ കൂടെ പോയതിനെക്കുറിച്ചും പരാമർശിച്ചിട്ടുള്ളത് ഞാൻ മറക്കുന്നില്ല. എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ആ 2 പരാമർശങ്ങൾ ഒഴിച്ചാൽ 30 വർഷത്തെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇതെന്താകുന്നു ഇങ്ങനെയെന്ന് പലരും അത്ഭുതപ്പെടാറുണ്ട്. പിന്നെ ചിലർ ക്രിസ്തു ഒരു ചരിത്ര പുരുഷനല്ല എന്ന് തെളിയിക്കുവാൻ ഈ രേഖകളുടെ അഭാവം ചൂണ്ടിക്കാണിക്കാറുണ്ട്. 30 നിശബ്ദ വർഷങ്ങൾ. ഈ പറയുന്ന കാലഘട്ടം നിശബ്ദമാക്കിയിടുന്നത് ശരിയല്ല എന്ന് തോന്നിയ ചിലർ പ്രസ്തുത കാലത്തെ യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പലതരത്തിലുള്ള കഥകൾ കെട്ടിച്ചമയ്ക്കുവാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പറഞ്ഞു കേൾക്കുന്ന കഥകളൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ആധികാരികതയും അവകാശപ്പെടുവാൻ കഴിയില്ല. എന്നാൽ ആ കാലത്തെക്കുറിച്ച്, അതായത് ആ ആദ്യത്തെ 30 വർഷത്തെക്കുറിച്ച് ആധികാരികമായ ഒരു വിവരണം ഉണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് തന്നെ അത് വരുന്നുണ്ട്. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന 69-ാം സങ്കീർത്തനം അത് പ്രവചനമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഞാനത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 67-ാം സങ്കീർത്തനം വരെയാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് 68-ഉം 69-ഉം സങ്കീർത്തനങ്ങൾ നാം ഒരുമിച്ച് പഠിക്കുകയാണ്. പ്രത്യേകിച്ച് 69-ാം സങ്കീർത്തനം ഞാൻ പറഞ്ഞതായ ആ വിധത്തിൽ അതിനെ ഒന്ന് നിങ്ങൾ കാണുവാൻ സമയമെടുത്താട്ടെ. ഇപ്പോൾ നമുക്ക് 68-ാം സങ്കീർത്തനം എടുത്ത് ഒരുമിച്ച് ധ്യാനിക്കാം. നാം 67-ാം സങ്കീർത്തനം വരെയാണല്ലോ പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് 68-ഉം 69-ഉം സങ്കീർത്തനങ്ങൾ നമുക്ക് ഒരുമിച്ച് നോക്കാം. 68-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വിടുതലിൻ്റെയും വിജയത്തിൻ്റെയും ഒരു ഗാനമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 67-ാം സങ്കീർത്തനത്തിൽ രാജ്യത്തെക്കുറിച്ചാണ് നാം കണ്ടത്. ഇവിടെ 68-ാം സങ്കീർത്തനത്തിൽ രാജാവിനെ അവൻ്റെ മഹത്വത്തിലും ശക്തിയിലും നാം കാണുന്നു. 68-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത് ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യമാണ് ഇവിടെ നമുക്ക് സൂചനയായിട്ട് ലഭിക്കുന്നത്. ഓരോ ദിവസവും ഇസ്രായേൽ ജനം മരുഭൂമി യാത്ര ആരംഭിക്കുവാൻ തയ്യാറാകുമ്പോൾ മോശ ഇപ്രകാരം പറയുമായിരുന്നു: യഹോവേ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യട്ടെ. ഒരു ദിവസത്തെ യാത്ര ആരംഭിക്കുവാൻ എത്ര നല്ല രീതിയായിരുന്നു അത്. ഇതും മുമ്പിലത്തെ സങ്കീർത്തനം പോലെ പാടുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു സങ്കീർത്തനമാണ്, വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഗാനം. 68-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം കാണുന്നു: ദൈവത്തിന് പാടുവിൻ, അവൻ്റെ നാമത്തിന് സ്തുതി പാടുവിൻ, മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവന് വഴി നിരത്തുവിൻ. യാഹ് എന്നാകുന്നു അവൻ്റെ നാമം, അവൻ്റെ മുമ്പിൽ ഉല്ലസിപ്പീൻ. ദൈവത്തിന് പാടുവിൻ, അവൻ്റെ നാമത്തിന് സ്തുതി പാടുവിൻ. മനുഷ്യർ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാകുന്നു എന്ന് വീണ്ടും ഇവിടെ കാണുന്നു. ഭൂമി തൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ദിവസത്തിലേക്കാണ് ദൈവം സകലത്തെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മനുഷ്യർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല. അവർ അവൻ്റെ നാമത്തെ വെറുതെ എടുക്കുകയാണ് ചെയ്യുന്നത്. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്: നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിൻ്റെ ചിറക് വെള്ളികൊണ്ടും അതിൻ്റെ തൂവലുകൾ പൈമ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആകുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ദെബോര ഈ വാക്ക്, അതായത് തൊഴുത്തുകൾ എന്ന വാക്ക്
അവളുടെ ഗാനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആട്ടിൻകൂട്ടങ്ങൾക്കരികെ കുഴലൂത്ത് കേൾപ്പാൻ നീ തൊഴുത്തുകൾക്കിടയിൽ പാർക്കുന്നതെന്ത്? രൂബേനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കാരണം റൂബേൻ യുദ്ധത്തിന് പോയിരുന്നില്ല. ഈ രണ്ട് ഭാഗത്തും നിഷ്ക്രിയമായ സ്വയസ്നേഹത്തെ, അവഗണനയെ വിശദീകരിക്കുവാനാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിലും അതേ അർത്ഥമാണുള്ളത്. ഇസ്രായേൽ നിശ്ചയദാർഢ്യമില്ലാതെ നിഷ്ക്രിയരായിരുന്നു. പ്രാവ് യാഗത്തിന് ഉപയോഗിച്ചിരുന്ന പക്ഷിയായിരുന്നു. അത് ക്രിസ്തുവിൻ്റെ നിഴലാകുന്നു. അവർ ഉത്സാഹമില്ലാത്തവരും അവഗണനാ മനോഭാവമുള്ളവരും ആണെങ്കിലും ക്രിസ്തുവിൻ്റെ യാഗം അവരെയും മൂടുകയും പൊതിയുകയും ചെയ്യും. ഈ സങ്കീർത്തനത്തെ വാസ്തവത്തിൽ ആരോഹണ സങ്കീർത്തനം എന്ന് വിളിക്കാവുന്നതാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇതിൻ്റെ 18-ാം വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. നാം അവിടെ കാണുന്നത്, അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിലേക്ക് കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. അതെ, 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട്, മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം സ്വർഗത്തിലേക്ക് അവൻ കയറിപ്പോയപ്പോൾ അവൻ 2 കാര്യം ചെയ്തു എന്നത്രേ എൻ്റെ വിശ്വാസം. ഒന്നാമത്, പറുദീസയിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞകാല വിശുദ്ധന്മാരെ എല്ലാം അവൻ തന്നോടുകൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അന്ന് വരെ ദൈവം അവരെ കടമായിട്ടാണ് രക്ഷിച്ചത് എന്ന് പറയാം. എന്നാൽ നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ അവർക്ക് വേണ്ടി കൂടി വീണ്ടെടുപ്പ് വില കൊടുത്തു. അവൻ അവരെ, അതായത് നീതിമാന്മാരായ അവരുടെ ആത്മാക്കളെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രണ്ടാമത്, അവൻ ഭൂമിയിലുള്ള മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അങ്ങനെ ഇന്ന് അവൻ തൻ്റെ വേല, അവൻ ദാനങ്ങളെ കൊടുത്ത ആ ആളുകളിൽ കൂടി നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായ ഓരോ വ്യക്തിയും ഏതെങ്കിലുമൊക്കെ ദാനം അഥവാ വരം ഉള്ളവരാണ്. നിശ്ചയമായും എല്ലാവർക്കും ഒരേ വരമല്ല ഉള്ളത്. വരമെല്ലാം ഒരുപോലെ വിലപ്പെട്ടതാണ്. ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ ദാനം ചെയ്യുവാനുള്ള വരമായിരിക്കും, പരോപകാരത്തിനുള്ള വരമായിരിക്കും, ശുശ്രൂഷിപ്പാനുള്ള വരമായിരിക്കും, രോഗശാന്തിയുടെ വരമായിരിക്കാം. എല്ലാവർക്കും ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും നടത്തിപ്പിനും, അതെ, സഭയുടെ വളർച്ചയ്ക്കും നടത്തിപ്പിനും ഉപയുക്തമായിട്ടുള്ള വരങ്ങൾ നൽകിയിട്ടുണ്ട്. 68-ാം സങ്കീർത്തനത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കേ. 21, 22, 23 ഞാൻ വായിക്കാം. അതെ, ദൈവം തൻ്റെ ശത്രുക്കളുടെ തലയും തൻ്റെ അകൃത്യത്തിൽ നടക്കുന്നവൻ്റെ രോമമുള്ള നെറുകയും തകർത്ത് കളയും. നീ നിൻ്റെ ശത്രുക്കളുടെ രക്തത്തിൽ കാൽ മുക്കേണ്ടതിനും അവരുടെ മാംസത്തിൽ നിൻ്റെ നായ്ക്കളുടെ നാവിന് ഓഹരി കിട്ടേണ്ടതിനും ഞാൻ അവരെ ബാശാനിൽ നിന്ന് മടക്കി വരുത്തും, സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അവരെ മടക്കി വരുത്തും. ഭാവിയിൽ മഹത്വകരമായൊരു വിജയമുണ്ട് എന്ന് ഈ വാക്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രോമമുള്ള നെറുക എന്ന് പറഞ്ഞിരിക്കുന്നത് എതിർ ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അന്തിക്രിസ്തു എന്ത് ചെയ്യുവാൻ ശ്രമിച്ചാൽ തന്നെയും അവൻ പരാജയപ്പെടും എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവം തൻ്റെ ജനത്തെ സമുദ്രങ്ങളുടെ ആഴങ്ങളിൽ നിന്ന് മടക്കി വരുത്തും. അതാണ് ഇസ്രായേലിൻ്റെ യഥാസ്ഥാനം. 27-ാം വാക്യം ഇനി നോക്കിക്കാട്ട്. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സുബൂലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരുമുണ്ട്. ഈ വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കളെക്കുറിച്ചാണ് പറയുന്നത്. ചെറിയ ബെന്യാമീൻ എന്ന് പറയുന്നത് ബെന്യാമീൻ ഗോത്രത്തെയാണ് അർത്ഥമാക്കുന്നത്. ചെറിയ ബെന്യാമീൻ ഒരു വലിയ ദൈവമുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. 35-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദൈവമേ, നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നീ ഭയങ്കരനായി വിളങ്ങുന്നു. ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാമും ചെറിയവരാണ്, എന്നാൽ നമുക്കും അതേ വലിയ ഒരു ദൈവമാണുള്ളത്. നമുക്കാവശ്യമായ ശക്തിയും ബലവും അവൻ നൽകുന്നു. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനി നമുക്ക് 69-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. ഞാൻ മുഖവുരയിൽ പറഞ്ഞല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 69-ാം സങ്കീർത്തനം. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ നിശബ്ദ വർഷങ്ങൾ എന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ വിഷയം. ഇത് ശ്രേഷ്ഠമായൊരു മശീഹ സങ്കീർത്തനമാണ്. ഇത് ദാവീദിൻ്റെ മറ്റൊരു കീർത്തനമാണ്.
എന്നാൽ ഇത് മറ്റുള്ളവയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു സങ്കീർത്തനമാണ്. കാരണം ഇതിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ നിശബ്ദ സമ്മത്സരങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അവൻ താഴ്വരയിലെ ലില്ലി പുഷ്പവും ശാരോനിലെ പനിനീർ പുഷ്പവുമാണ്. അവൻ ഏതു വിധത്തിലും സുന്ദരനാണ്. 22 സങ്കീർത്തനം കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ചിട്ടുള്ളത് ഈ 69 സങ്കീർത്തനത്തിൽ നിന്നാണ്. 22 സങ്കീർത്തനത്തിൽ ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 69 സങ്കീർത്തനത്തിലാകട്ടെ ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ നിന്നും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ, റോമർക്കെഴുതിയ ലേഖനം എന്നിവയിലും ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ സങ്കീർത്തനത്തിൻ്റെ 22 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ പ്രതികാര നടത്തിപ്പിനായുള്ള ഒരു പ്രാർത്ഥനയുള്ളതിനാൽ അപ്രകാരമുള്ള സങ്കീർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഈ സങ്കീർത്തനവും ഉൾപ്പെടുത്താറുണ്ട്. എങ്കിലും ആ ഭാഗത്തു നിന്ന് പുതിയ നിയമ എഴുത്തുകാർ അധികവും ഉദ്ധരിച്ചിട്ടുണ്ട്. സുവിശേഷങ്ങളിൽ വാസ്തവത്തിൽ കാര്യമായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലാത്ത ക്രിസ്തുവിൻ്റെ ബാല്യകാലത്തെയും യൗവനകാലത്തെയും കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്. നമ്മുടെ കർത്താവിന് 12 വയസ്സുണ്ടായിരുന്നപ്പോൾ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ലൂക്കോസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം യേശുവിന് ഏകദേശം 30 വയസ്സാകുന്നത് വരെ നാം യാതൊന്നും തന്നെ അവനെക്കുറിച്ച് അറിയുന്നില്ല. ആ കാലത്ത് എന്താണ് നടന്നത്? ഈ സങ്കീർത്തനത്തിൽ ചില വിശദീകരണങ്ങൾ നമുക്ക് ലഭിക്കുന്നു. 22 സങ്കീർത്തനത്തിൽ ക്രിസ്തുവിൻ്റെ മരണമാണ് വിഷയമെങ്കിൽ 69 സങ്കീർത്തനത്തിൻ്റെ വിഷയം അവൻ്റെ ജീവിതമാണ്. പ്രതികാരത്തിനായുള്ള അവൻ്റെ പ്രാർത്ഥന വാസ്തവത്തിൽ നീതി നിർവഹിക്കപ്പെടുന്നതിനും വേണ്ടിയുള്ള ഒരു നിലവിളിയാണ്. നസ്രത്തിൽ നിന്നാണ് നാം ആരംഭിക്കുന്നത്. ഒരു ബാലൻ്റെ, അതെ കൗമാരപ്രായക്കാരൻ്റെ ഹൃദയമിടിപ്പ് നമുക്ക് കേൾക്കുവാൻ കഴിയും. 69 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം, ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. അവൻ എപ്രകാരം കഷ്ടത അനുഭവിച്ചു എന്ന് ശ്രദ്ധിക്കുക. ക്രൂശിലെ അവൻ്റെ ശാരീരികമായ കഷ്ടത വളരെയധികം പ്രയാസമേറിയതായിരുന്നു. അതേസമയം തൻ്റെ ഭൂമിയിലെ അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ച ചില കാര്യങ്ങൾ അസഹനീയമായിരുന്നു എന്നത്ര ഞാൻ കരുതുന്നത്. യേശുവിന് തൻ്റെ ജീവകാലത്ത് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളിൽ കൂടി കടന്നു പോകേണ്ടി വന്നിരുന്നെങ്കിൽ നമ്മിൽ അനേകർ തങ്ങളുടെ ജീവിതം പണ്ടേ അവസാനിപ്പിക്കുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിലെ അവസാനത്തെ 3 മണിക്കൂറുകളിൽ അവൻ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി തീർന്നു. അപ്പോഴാണ് അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നത്. യേശു തൻ്റെ ജീവിതകാലത്ത് അനേക കഷ്ടതകൾ അനുഭവിച്ചുവെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അവയ്ക്കൊന്നും രക്ഷാകരമായ പ്രയോജനമുണ്ടായിരുന്നില്ല. അവൻ താഴ്മ ധരിച്ചു. അത് അവൻ സ്വയമായി സ്വീകരിക്കുകയാണ് ചെയ്തത്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ പരിമിതികൾ അവൻ സ്വയം ഏറ്റെടുത്ത പരിമിതികളായിരുന്നു. ഞാനും നിങ്ങളും ഇന്ന് നാം അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയുവാൻ ആഗ്രഹമുള്ളവരാണല്ലേ? നമ്മുടെ അറിവും ജ്ഞാനവും വിപുലപ്പെടുത്തുവാനാണ് നമ്മുടെ താല്പര്യം. എന്നാൽ അതിന് വിപരീതമായി കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യനായി തീർന്നപ്പോൾ അവൻ തന്നെ പരിമിതിപ്പെടുത്തുകയാണ് ചെയ്തത്. അവൻ തന്നെത്താൻ താഴ്ത്തി. ആ അവസ്ഥയിൽ അവൻ നിലവിളിക്കുന്നു. 2 വാക്യം, ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു, ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു, പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു. കർത്താവ് ഒരു ഗോശാലയിൽ പിറന്നപ്പോൾ ആരംഭിച്ചതായ കഷ്ടതകളുടെ പ്രവാഹങ്ങളാണിവ. ആ ഗോശാലയിൽ അവൻ തൻ്റെ ജീവിതം കഷ്ടതയിൽ കൂടി ആരംഭിച്ചു. തുടർന്ന് അവൻ വളർന്ന നസറേത്തിലേക്ക് നമുക്ക് പോകാം. ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. 3 വാക്യം, എൻ്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു, എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. ആ 30 വർഷങ്ങൾക്കിടയിൽ അവൻ കരഞ്ഞ് തൻ്റെ കണ്ണുകൾ ചുവന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അടുത്ത വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 4 വാക്യം, കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ എൻ്റെ തലയിലെ രോമത്തിലും അധികമാകുന്നു, വൃഥ എനിക്ക് ശത്രുക്കളായി എന്നെ സംഹരിപ്പാൻ ഭാവിക്കുന്നവർ പെരുകിയിരിക്കുന്നു, ഞാൻ കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൻ്റെ 25 വാക്യത്തിൽ ഈ വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഈ വാക്യം കർത്താവ് തൻ്റെ ജീവിതത്തിൽ നിവൃത്തിയാകുന്നതായി ഉദ്ധരിച്ചിരിക്കുന്നു.
കാരണം കൂടാതെ കർത്താവിൻ്റെ ശത്രുക്കൾ അവനെ പകച്ചു. അതായത് അവരുടെ പകയ്ക്കും വിദ്വേഷത്തിനും യാതൊരു നീതീകരണവും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. റോമാലേഖനം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്ര നീതീകരിക്കപ്പെടുന്നത്. സൗജന്യമായി നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നതും യാതൊരു കാരണവും കൂടാതെ നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. കർത്താവ് നമ്മിൽ യാതൊരു നന്മയും കണ്ടില്ല. ആ മനുഷ്യൻ നല്ലൊരു വ്യക്തിയാണ്, ഞാൻ അവനെ നീതീകരിക്കുമെന്ന് കർത്താവ് പറഞ്ഞില്ല. നേരെ മറിച്ച് അവൻ പറഞ്ഞത് ഇപ്രകാരമാണ്, അവനൊരു പാപം നഷ്ടപ്പെട്ട പാപിയാകുന്നു എന്നത്രേ. എന്നിൽ യാതൊരു കാരണവും കൂടാതെ തന്നെ അവൻ എന്നെ നീതീകരിച്ചു. ഈ സങ്കീർത്തനത്തിൽ പറയുന്നത് കാരണം കൂടാതെ അവർ യേശുവിനെ പകച്ചു എന്നത്രേ. യാതൊരു കാരണവും കൂടാതെ ഞാൻ നീതീകരിക്കപ്പെടേണ്ടതിന് കാരണം കൂടാതെ അവർ യേശുവിനെ പകയ്ക്കുകയാണ് ചെയ്തത്. എത്രയോ മനോഹരമായ സത്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. അഞ്ചാം വാക്യം നമുക്കിനി നോക്കാം. ദൈവമേ, നീ എൻ്റെ ഭോഷത്വം അറിയുന്നു, എൻ്റെ അകൃത്യങ്ങൾ നിനക്ക് മറവായിരിക്കുന്നില്ല. ഈ വാക്യം കർത്താവിന് എപ്രകാരം യോജിക്കും? അവൻ ഒരു മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. ഈ കാര്യം നാം എപ്പോഴും ഓർക്കണം. അവൻ പരിശുദ്ധനും നിഷ്കളങ്കനും നിർദോഷനും പാപികളോട് വേർപെട്ടവനുമായിരുന്നു. എന്നാൽ ക്രൂശിലെ അവസാനത്തെ മണിക്കൂറുകളിൽ അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. ഗത്സമനയിൽ അതായിരുന്നു അവൻ നീങ്ങിക്കിട്ടുവാൻ ശ്രമിച്ചത്. അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, പിതാവേ, ഈ പാനപാത്രം നീക്കണമേ. ഏത് പാനപാത്രമാണ്? പാപത്തിൻ്റെ പാനപാത്രം, എൻ്റെയും താങ്കളുടെയും അകൃത്യങ്ങളുടെ പാനപാത്രം. അത് തൻ്റെ മേലിട്ട പാപം അവന് വളരെയധികം വേദനയുണ്ടാക്കുന്നതായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് സാധാരണയായി വരുന്നു. എന്നാൽ അവൻ വിശുദ്ധനായിരുന്നതുകൊണ്ട് അവൻ്റെ കഷ്ടത വളരെയധികം പ്രയാസമേറിയതായിരുന്നു. 6-7 വാക്യങ്ങളിൽ, സൈന്യങ്ങളുടെ യഹോവയായ കർത്താവെ, നിങ്കൽ പ്രത്യാശ വെക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുത്. ഇസ്രായേലിൻ്റെ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ എൻ്റെ നിമിത്തം നാണിച്ചു പോകരുത്. നിന്റെ നിമിത്തം ഞാൻ നിന്ന വഹിച്ചു, ലജ്ജ എൻ്റെ മുഖത്തെ മൂടിയിരിക്കുന്നു. യേശു അത് വഹിക്കുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവൻ ആരായിരുന്നു എന്നതിനാൽ അവർ അവനെ വെറുത്തു. ഇന്നും അതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പാപി നീതിമാനെ വെറുക്കുന്നു. 2, ഒരു താഴ്ചയുള്ള സ്ഥാനം ഈ ഭൂമിയിൽ എടുക്കുവാനാണ് അവൻ വന്നത്. ഇനിയും 8-ാം വാക്യം നോക്കിക്കാട്ടെ. എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനുമായി തീർന്നിരിക്കുന്നു. മറിയത്തിന് മറ്റു മക്കളും ഉണ്ടായിരുന്നു എന്ന് സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് ഉറപ്പാക്കുക എത്ര ചെയ്യുന്നത്. ഒരുപക്ഷെ ഒരു ദിവസം അവളുടെ മക്കളായ യൂദയും യോസയും അവളോട് ഇപ്രകാരം പറഞ്ഞു കാണും, അമ്മേ, തെരുവിൽ ചിലർ പറയുന്നത് ഞങ്ങൾ കേട്ടു, യേശു ഞങ്ങളുടെ യഥാർത്ഥ സഹോദരനല്ല എന്നാണ് അവർ പറഞ്ഞത്. അവൻ്റെ അപ്പൻ ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ എന്നവർ പറഞ്ഞു. തൻ്റെ അമ്മയുടെ മക്കൾക്ക് അവൻ അന്യനായി തീർന്നു. യേശു വളർന്ന ഭവനം ഒരു സന്തുഷ്ട ഭവനമായിരുന്നു എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരുപക്ഷെ അത് വളരെയധികം അസന്തുഷ്ടമായ ഒരു കുടുംബമായിരുന്നിരിക്കാം. എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. എൻ്റെ അപ്പൻ്റെ മക്കൾക്ക് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം യോസഫ് അവൻ്റെ അപ്പനായിരുന്നില്ല. അവർക്ക് അവൻ ഒരു അന്യനായിരുന്നു. ഈ വാക്യം യേശുവിൻ്റെ കന്യകാജനനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു എന്ന കാര്യം ഓർക്കണം. 9-ാം വാക്യം, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. ദൈവാലയത്തെ സംബന്ധിച്ച് ഈ വാക്യം നമ്മുടെ കർത്താവ് ഉദ്ധരിച്ചിട്ടുണ്ട്.
ദേവാലയത്തിൽ ആടുകളെ വിൽക്കുകയും കാളകളെയും പ്രാവുകളെയും യാഗത്തിനു വേണ്ടി വിൽക്കുന്നവരെ നമ്മുടെ കർത്താവ് കണ്ടു. അവൻ പണം മാറിക്കൊടുക്കുന്നവരെയും അവിടെ കണ്ടു. യേശു ഒരു ചെറിയ ചാട്ടവാറുണ്ടാക്കി. എന്നിട്ട് അവരെയെല്ലാം അവിടെ നിന്ന് അടിച്ചോടിച്ചു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവീൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാല ആക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. യോഹന്നാൻ 2:16-17. ഈ മനുഷ്യർ മതഭക്തരും അതേസമയം ചിതൽ പോലെ നാശം വരുത്തുന്നവരുമായിരുന്നു. അവർ വളരെയധികം പ്രവർത്തന നിരതരായിരുന്നു എന്നോർക്കണം. എന്നാൽ അതേസമയം തന്നെ അവർ ദൈവത്തിൽ നിന്ന് അകലെയുമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. 10-ാം വാക്യം നോക്കിക്കാട്ടെ. ഇനിയും, ഞാൻ കരഞ്ഞ് ഉപവാസത്താൽ ആത്മതപനം ചെയ്തു, അതും എനിക്ക് നിന്നയായി തീർന്നു. അവൻ കരയുകയോ ഉപവസിക്കുകയോ? അങ്ങനെ ചെയ്യുമ്പോൾ അവൻ്റെ സഹോദരന്മാർ അവനെ പരിഹസിക്കുമായിരുന്നു. വെറുതെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്നതാകുന്നു എന്നത്രേ അവർ അവനോട് പറഞ്ഞത്. 11-ാം വാക്യത്തിൽ, ഞാൻ രട്ടുശീല എൻ്റെ ഉടുപ്പാക്കി, ഞാൻ അവർക്ക് പഴഞ്ചൊല്ലായി തീർന്നു. എന്താണ് പഴഞ്ചൊല്ലെന്ന് നിങ്ങൾക്കറിയാമോ? ജാരസന്തതി എന്നാണ് അവനെക്കുറിച്ച് ചുറ്റുപാടും അറിയപ്പെട്ടിരുന്നത്. അതെ, അവനെ ഏറ്റവും അധികം നിന്ദിച്ചതായിട്ടുള്ള ഒരു സമൂഹം. 12-ാം വാക്യം നോക്കിക്കാട്ടെ. പട്ടണവാതിൽക്കൽ ഇരിക്കുന്നവർ എന്നെക്കുറിച്ച് സല്ലപിക്കുന്നു, ഞാൻ മദ്യപന്മാരുടെ പാട്ടായിരിക്കുന്നു. നഗരത്തിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, ന്യായാധിപന്മാരാണ് പട്ടണവാതിൽക്കൽ ഇരുന്നിരുന്നത്. നസറത്തിലെ ഉന്നതന്മാരായ ആളുകൾ പോലും അവനെ നിന്ദിച്ചു, അവനെതിരായി സംസാരിച്ചിരുന്നു എന്ന് ശ്രദ്ധിക്കുക. നസറത്ത് ഒരു ചെറിയ പട്ടണമായിരുന്നു. യേശു ദൈവപുത്രൻ ആകുന്നു എന്ന കാര്യം അവർ വിശ്വസിക്കുവാൻ തയ്യാറാകാഞ്ഞതുകൊണ്ട് നസറത്തിലെ ആളുകൾ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചിരുന്നില്ല. ഇവിടെ പറയുന്നു, ഞാൻ മദ്യപന്മാരുടെ പാട്ടായിരിക്കുന്നു. നസറത്തിലെ കള്ളുഷാപ്പിൽ മദ്യപന്മാർ കൂടിയിരുന്ന് യേശുവിനെക്കുറിച്ചും അവൻ്റെ അമ്മയെക്കുറിച്ചും പരിഹാസ പാട്ടുകൾ പാടിയിരുന്നു. നസറത്തിലെ അവൻ്റെ ജീവിതം അതായിരുന്നു. അത് നല്ലതായിരുന്നില്ല. ഇതെല്ലാം അവൻ എന്തിനാണ് സഹിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ദൈവത്തിൻ്റെ ഒരു യഥാർത്ഥ മകനായി തീരേണ്ടതിന് വേണ്ടി. അവൻ ഒരു ജാരപുത്രൻ എന്ന് വിളിക്കപ്പെട്ട ഒരു പട്ടണത്തിൽ വളർത്തപ്പെട്ടു. നീ ദൈവത്തിൻ്റെ മകനല്ല എന്ന് എൻ്റെ നേരെ വിരൽ ചൂണ്ടി പറയുവാൻ സ്വർഗത്തിൽ ആരും ഉണ്ടായിരിക്കില്ല. കാരണം ദൈവപുത്രൻ അത് ക്രൂശിൽ എനിക്ക് വേണ്ടി സഹിച്ചു. എൻ്റെ പാപങ്ങളുടെ ശിക്ഷ അവൻ ഏറ്റെടുത്തു. പ്രിയ സുഹൃത്തെ, താങ്കളെ ഒരു യഥാർത്ഥ ദൈവ പൈതൽ ആക്കുന്നതിന് വേണ്ടി അവൻ 30 വർഷക്കാലം എന്തെല്ലാം സഹിച്ചു എന്ന് താങ്കൾക്ക് വ്യക്തമായി അറിയില്ല. എന്നാൽ ഒരു മനുഷ്യന് സഹിക്കാവുന്നതിലേക്കും ക്രൂരമായതെല്ലാം അവൻ സഹിച്ചു. 13-ാം വാക്യം, ഞാനോ യഹോവയെ പ്രസാദകാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ, നിന്റെ ദയയുടെ ബഹുത്വത്താൽ നിന്റെ രക്ഷാ വിശ്വസ്തതയാൽ തന്നെ എനിക്ക് ഉത്തരമരുളണമേ. ഈ വാക്യം 2 കൊരിന്ത്യർ 6:2 ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം. യേശു പ്രാർത്ഥിച്ചു എന്ന് സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവൻ എന്താണ് പ്രാർത്ഥിച്ചത് എന്ന് ഈ സങ്കീർത്തനം പറയുന്നു. 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ, ചേറ്റിൽ നിന്ന് എന്നെ കയറ്റണമേ, ഞാൻ താണുപോകരുതേ. എന്നെ പകയ്ക്കുന്നവരുടെ കയ്യിൽ നിന്നും ആഴമുള്ള വെള്ളത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ജലപ്രവാഹം എൻ്റെ മീതെ കവിയരുതേ, ആഴം എന്നെ വിഴുങ്ങരുതേ, കുഴി എന്നെ അടച്ചുകൊള്ളുകയും അരുതേ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നിന്റെ ദയ നല്ലതല്ലോ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരമെങ്കിലേക്ക് തിരിയണമേ. അടിയന് തിരുമുഖം മറയ്ക്കരുതേ. ഞാൻ കഷ്ടത്തിലിരിക്കിയാൽ വേഗത്തിൽ എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ പ്രാണനോട് അടുത്തു വന്ന് അതിനെ വീണ്ടുകൊള്ളണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ വീണ്ടെടുക്കണമേ. എനിക്കുള്ള നിന്ദയും ലജ്ജയും അപമാനവും നീ അറിയുന്നു. എൻ്റെ വൈരികൾ എല്ലാവരും നിന്റെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു. യേശുവിൻ്റെ കഷ്ടത നാം കാണുന്നു. എന്നാൽ അതേസമയം തന്നെ വിടുതലിൻ്റെയും വിജയത്തിൻ്റെയും ആ അവസ്ഥ അവനുണ്ടായിരുന്നു. ആ ഉറപ്പ് ഇവിടെ നാം കാണുന്നു. ആഴത്തിനോ കുഴിക്കോ അവനെ അടച്ചു കളയുവാൻ കഴിഞ്ഞില്ല. അവൻ അവയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ക്രൂശിലെ നമ്മുടെ കർത്താവിൻ്റെ അന്ധകാരപൂർണമായ മണിക്കൂറുകളെക്കുറിച്ചാണ് അടുത്ത 2 വാക്യങ്ങളിൽ പറയുന്നത്. 20-21 വാക്യങ്ങൾ. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും.
അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. പ്രതികാരത്തിന് വേണ്ടിയുള്ള അവൻ്റെ പ്രാർത്ഥന ഇതാണ്. 22-ാം വാക്യം, അവരുടെ മേശ അവരുടെ മുമ്പിൽ കണിയായും അവർ സുഖത്തോടിരിക്കുമ്പോൾ കുടുക്കായും തീരട്ടെ. പൗലോസ് റോമർക്ക് എഴുതിയ തൻ്റെ ലേഖനത്തിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അവരുടെ മേശ അവർക്ക് കണിയായും അവർക്ക് കുടുക്കായും ഇടർച്ചയായും പ്രതികാരവുമായി തീരട്ടെ എന്ന് 11-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ കാണുന്നുണ്ട്. പ്രതികാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ക്രിസ്തീയമല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ക്രിസ്തുവിനെ ത്യജിക്കുന്നവരോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ ഇത് ഉദ്ധരിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൽ ക്രിസ്തീയമല്ലാത്തതായി ഒന്നും തന്നെ കാണുവാൻ കഴിയുകയില്ല. പ്രതികാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ സാഹചര്യത്തിൽ നാം അവയെ കാണുമെങ്കിൽ നഷ്ടപ്പെട്ടവരുടെ മേൽ പ്രഖ്യാപിക്കപ്പെട്ട ന്യായവിധിയാകുന്നു അവ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 25-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നത്, അവരുടെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അവരുടെ കൂടാരങ്ങളിൽ ആരും പാർക്കാതിരിക്കട്ടെ. പത്രോസ് അപ്പോസ്തലൻ ഈ വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 1:20 ഇസ്കറിയോത്ത യൂദായെ സംബന്ധിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിയും 26 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, നീ ദണ്ഡിപ്പിച്ചവനെ അവർ ഉപദ്രവിക്കുന്നു, നീ മുറിവേൽപ്പിച്ചവരുടെ വേദനയെ അവർ വിവരിക്കുന്നു, അവരുടെ അകൃത്യത്തോട് അകൃത്യം കൂട്ടണമേ, നിന്റെ നീതിയെ അവർ പ്രാപിക്കരുതേ, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായിച്ചു കളയണമേ എന്ന്. മഹത്വകരമായ സ്തുതിഗാനത്തോടുകൂടെയാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. 30-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. ഒന്നാമത് കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ അവൻ താഴ്മയുള്ളവനായിട്ടാണ് വന്നത്. എന്നാൽ മഹിമയോടെ അവൻ വീണ്ടും ഭൂമിയിൽ വരുവാൻ പോകുന്നു. വീണ്ടെടുക്കപ്പെട്ടവർ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. സ്വർഗത്തിലും വീണ്ടെടുക്കപ്പെട്ടവർ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, ഇന്ന് ലോകത്തിൽ 2 വിധത്തിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ, നഷ്ടപ്പെട്ടവരും രക്ഷിക്കപ്പെട്ടവരും. 2 കൂട്ടർ. താങ്കൾ ഇതിൽ ഏത് കൂട്ടത്തിൽപ്പെടും? 34-ാം വാക്യത്തിൽ, ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ ചരിക്കുന്ന സകലവും അവനെ സ്തുതിക്കട്ടെ. ദൈവം സിയോനെ രക്ഷിക്കും, അവൻ യഹൂദ നഗരങ്ങളെ പണിയും. അവർ അവിടെ പാർത്ത് അതിനെ കൈവശമാക്കും, അവൻ്റെ ദാസന്മാരുടെ സന്തതി അതിനെ കൈവശമാക്കും. അവൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും. ചരിക്കുന്ന സകലവും അവനെ സ്തുതിക്കുന്നത് എത്ര മനോഹരമായ ഒരു ഹല്ലേലൂയ ഗാനമായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക. ദൈവത്തെ സ്തുതിക്കുവാൻ നാം സമയമെടുക്കണം. ദൈവം ആരാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകണം. അത് ജീവിതത്തെ ധന്യമാക്കും. ഇന്നത്തെ ജീവസന്ദേശ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള അവസരങ്ങളെ തക്കത്തിൽ ഉപയോഗിപ്പാൻ ഈ പഠനം പ്രയോജനപ്പെടുത്തുന്നല്ലോ. വളരെ വളരെ നന്ദി. അടുത്ത ക്ലാസ്സിൽ നാം വീണ്ടും ഒരു സങ്കീർത്തനവുമായി ഒരുമിച്ച് കാണും വരെ ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.